കേരളത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയ വാഹനം വാങ്ങാൻ ധനകാര്യ വകുപ്പ് 1,10,00,000 രൂപ അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അനുവദിച്ചിരിക്കുന്ന വാഹനങ്ങൾ 3 വർഷത്തിൽ കൂടുതലോ 1,50,000 കിലോമീറ്ററോ കൂടുതൽ ഉപയോഗിക്കരുത് എന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിർദ്ദേശം. അതുകൊണ്ടാണ് 3 വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി കിയ കാർണിവലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 2 ഇന്നോവ ക്രിസ്റ്റയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. തലസ്ഥാനത്തെ യാത്രകൾക്ക് വേണ്ടി മുഖ്യൻ കൂടുതലും ക്രിസ്റ്റ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദൂരയാത്രകൾക്ക് പ്രത്യേകിച്ച് മലബാറിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് കാർണിവൽ ഉപയോഗിക്കാറുള്ളത്. മുഖ്യമന്ത്രി വാങ്ങാൻ പോകുന്നത് ഏത് വാഹനമായിരിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും തലപുകയ്ക്കുന്നത്. ചിലരുടെ നിഗമനം കിയ കാർണിവൽ തന്നെയായിരിക്കും വാങ്ങുക എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു പേരും വന്നിരിക്കുകയാണ്. അത് മറ്റാരും തന്നെയല്ല, ടൊയോട്ടോ വെൽഫെയർ ആണ്. യാത്രാസുഖത്തിൽ ടൊയോട്ടയുടെ ഈ MPVയെ വെല്ലാൻ വേറെ ആരുമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി നിറത്തിലേക്ക് വരികയാണെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള കമൻറ്റുകളായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വീണ്ടും കറുപ്പ് നിറത്തിലേക്ക് തന്നെ മുഖ്യൻ പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മുഖ്യൻ്റെ വാഹന വ്യൂഹത്തിലെ കാർണിവൽ കൂടാതെ 2 ക്രിസ്റ്റയാണ് ഉള്ളത്. തലസ്ഥാനത്തെ യാത്രകൾക്ക് ക്രിസ്റ്റ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്റ്റയാണോ ഇനി മാറുന്നത് എന്നൊരു കരക്കമ്പിയും നിലവിൽ കേൾക്കുന്നുണ്ട്. നിറം കറുപ്പായിരിക്കും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഇനി മുഖ്യൻ്റെ ഔദ്യോഗിക വാഹനമായി വെൽഫെയർ എത്തുകയാണെങ്കിൽ അതൊരു കിടിലൻ കോംബോ തന്നെയായിരിക്കും. ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിക്ക് പെട്രോൾ ഹൈബ്രിഡ് കരുത്തുള്ള വെൽഫെയർ മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരു കാരവാൻ അനുഭവം നൽകുന്ന ഈ മോഡലിൻ്റെ പ്രത്യേകത തന്നെ അന്യായ യാത്രാസുഖമാണ്. ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ കൂറ്റൻ 6 സ്ലാഗ് ഫ്രണ്ട് ഗ്രില്ല്, സ്പ്ലിറ്റ് LED ഹെഡ്ലാമ്പുകൾ, വലിയ 19 ഇഞ്ച് അലോയ് വീലുകൾ, വശങ്ങളിലെ വലിയ ഗ്ലാസ് ഏരിയ, സ്ലൈഡിംഗ് ഡോറുകൾ, V ആകൃതിയിലുള്ള ടെയിൽ ലാമ്പ് എന്നിവയെല്ലാമാണ് എടുത്തു പറയാനുള്ളത്. ജാപ്പാനീസ് ബ്രാൻഡിൻ്റെ TNGA-K പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് വാഹനം പണിതീർത്തിരിക്കുന്നത്. വെൽഫെയറിൻ്റെ വലിപ്പത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 4,995 മില്ലിമീറ്റർ നീളവും 1,850 മില്ലിമീറ്റർ വീതിയും 1,950 മില്ലിമീറ്റർ ഉയരവും 3,000 മില്ലിമീറ്റർ വീൽ ബേസുമാണ് MPVക്കുള്ളത്. ഹായ്, VIP എന്നിങ്ങനെ 2 വേരിയന്റുകളിലാണ് വെൽഫെയർ വാങ്ങാൻ സാധിക്കുന്നത്. ഇതിൽ VIP പതിപ്പിന് എക്സിക്യൂട്ടീവ് ലോഞ്ച് പാക്കേജും ടൊയോട്ടോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്ലാറ്റിനം, പേൾ വൈറ്റ്, ജെറ്റ് ബ്ലാക്ക്, പ്രേഷ്യസ് മെറ്റൽ എന്നീ 3 എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിലാണ് വാഹനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ കിയ കാർണിവൽ തന്നെ വാങ്ങാൻ സാധ്യതയും തള്ളിക്കളയാൻ പറ്റുകയില്ല. 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള്, കോർണറിംഗ് ബ്രേക്ക് കൺട്രോൾ, ഹിൽ അസിസ്റ്റ്, ആക്റ്റീവ് ലൈൻ കീപ്പിംഗ് മുതലായവയാണ് കാർണിവലിൻ്റെ സുരക്ഷാ സവിശേഷതകളിൽ കിയ മോട്ടോഴ്സ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഇത്രയും നാൾ മുഖ്യനെ സംരക്ഷിച്ചതുപോലെ മുന്നോട്ടും ചുമതലയേൽക്കാൻ വന്നേക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.